73 ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. ഇന്നൊരു സ്റ്റേ വരും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും വിലയിരുത്തൽ. സ്റ്റേ വരുന്നു, കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ചെയ്ത നീക്കങ്ങളെല്ലാം തെറ്റിപ്പോകുന്നു എന്ന രീതിയിലായിരുന്നു വിലയിരുത്തലുകളെല്ലാം. ഇന്നലത്തെ വാദങ്ങളെല്ലാം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഹിയറിംഗ് പുനരാരംഭിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ഇക്കാര്യത്തിലൊരു തീർപ്പാകുന്നു. ഒരു ഇടക്കാല ഉത്തരവ് അതൊരു സ്റ്റേയുടെ രൂപത്തിൽ വരുന്നു. അതായത് പ്രധാനപ്പെട്ട ഇവിടെ ഈ ഹർജിക്കാർ ഉന്നയിച്ച അമുസ്ലിം നിയമനം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേ ആണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ 73 ഹർജികൾ ഉണ്ടായിട്ടും സുപ്രീം കോടതി ഒരു സ്റ്റേയിലേക്ക് പോയിട്ടില്ല എന്നത് പ്രധാനമാണ്. ഇവിടെ നിയമ ഭേദഗതിക്ക് സ്റ്റേ കൊടുക്കാതെ, അതായത് വഖഫ് നിയമ ഭേദഗതിക്ക് ഒരു സ്റ്റേ അനുവദിക്കാതെ, അതിലെ ഭരണഘടനാപരമായ സാധുതയിലേക്കുള്ള പരാമർശങ്ങളിലേക്ക് കടക്കാതെ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് സാവകാശം നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ ഞാൻ ഒരു വിൻ വിൻ സിറ്റുവേഷനായിട്ടാണ് ഇതിനെ കാണുന്നത്. അതായത് ഹർജിക്കാർക്കും കേന്ദ്ര സർക്കാരിനും ഒരുപോലെ ആശ്വാസകരമായ ഒരു കോടതി വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. കാരണം ഹർജിക്കാർക്ക് തങ്ങളുടെ ഭാഗം കേൾക്കും, അതിന്മേൽ പാർലമെന്റിൽ നടക്കാതെ പോയ ചർച്ച കോടതി ആ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് നൽകുന്നതാണ്. അതനുസരിച്ചാണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത്. ഇവിടെ വഖഫ് ബൈ യൂസർ ഭൂമി അതുപോലെ തന്നെ തുടരണം. ഒരാഴ്ചത്തേക്ക് അത് ഡീനോട്ടിഫൈ ചെയ്യാൻ കഴിയില്ല. മെയ് 5 വരെയാണ്. മെയ് 5 വരെ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. ഈ സ്റ്റാറ്റസ് കോ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് മെയ് 5 വരെ മാത്രമാണ്. അതൊരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കൂടി ലക്ഷ്യമിട്ടാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പെട്ടെന്ന് ഒരു ഹേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക്, പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോകാതിരുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാവണം. അതുപോലെ തന്നെ ഒരു ഡീപ്പറായിട്ടുള്ള ഒരു ഡെലിബറേഷൻസിലേക്ക്, ആഴത്തിലുള്ള വിശകലനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് ഹർജിക്കാരും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഉയർന്നിരിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി കൊടുക്കണം എന്ന് അവർ തന്നെ പറയുന്നുമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നിയമനിർമ്മാണത്തിൻ്റെ പശ്ചാത്തലമടക്കം അടുത്ത തുടർവാദം 5-ാം തീയതി നടക്കുമ്പോൾ ഈ നിയമനിർമ്മാണത്തിൻ്റെ പശ്ചാത്തലം, അതിലാണ് കേന്ദ്ര സർക്കാർ ഏതൊക്കെ ലാൻഡാണ് ഈ രീതിയിൽ, അതായത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലാൻഡ് അടക്കം വഖഫായി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ, വഖഫ് സ്വത്തുക്കളുടെ പരിധിയിൽ വരുന്നുണ്ടോ, ഡൽഹി ഹൈക്കോടതി അടക്കം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഈ വാദത്തിനിടയിൽ, അതിൻ്റെ ലൈവ് സ്ട്രീമിങ്ങിനിടയിൽ കണ്ടത്. അപ്പോൾ ഡൽഹി ഹൈക്കോടതി അടക്കം വഖഫിൻ്റെ പരിധിയിൽ വരിക എന്നത് സുപ്രീം കോടതി എങ്ങനെയായിരിക്കും എടുക്കുക? അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ JPC-യിൽ പ്രതിപക്ഷവുമായി അല്ലെങ്കിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികളിന്മേൽ ചർച്ചയോ അല്ലെങ്കിൽ ആ ഭേദഗതികൾ അംഗീകരിക്കപ്പെടുകയോ ചെയ്തില്ല എന്നതിനപ്പുറം ഇവിടെ സുപ്രീം കോടതിയിൽ ഈ 73 ഹർജികളിലായി വന്നിരിക്കുന്ന വാദങ്ങളെല്ലാം ഏകദേശം ഒരേ സ്വഭാവത്തിലുള്ളതാണ്. അതിന്മേൽ എടുക്കാൻ പോകുന്ന തീരുമാനമാണ് ഇത് പ്രധാനം. അപ്പോൾ ഈ സ്ട്രാറ്റജിക് ലാൻഡ്സിൻ്റെ കാര്യത്തിലാണ് കോടതിയുടെ ഉത്തരവ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ ഉറ്റുനോക്കുന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഡൽഹി ഹൈക്കോടതിയുടെ കാര്യം കൂടി ഈ വാദത്തിനിടയിൽ പരാമർശിക്കപ്പെട്ട് പോയത് നമ്മൾ കണ്ട ഒരു പശ്ചാത്തലത്തിൽ എന്തായിരിക്കും ഈ സ്ട്രാറ്റജിക് ലാൻഡ്സ് എന്നുള്ള വഖഫിലേക്ക്, അതായിരിക്കും കേന്ദ്രത്തിൻ്റെ പ്രധാന വാദം. അതിലെന്തായിരിക്കും കോടതി കണ്ടെത്താൻ പോകുന്ന ഒരു മറുപടി എന്നത് ഒരു കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനും കൗതുകത്തോടെ നോക്കുകയാണ്. ഇൻ്ററിം ഓർഡർ ഇന്ന് കൊടുക്കാതിരുന്നത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇടക്കാല ഉത്തരവ് കൊടുത്തിട്ടില്ല, ഇടക്കാല ഉത്തരവല്ല വന്നിരിക്കുന്നത്. വാദം തുടരുകയാണ്. മെയ് 5-ാം തീയതി വരെ കേന്ദ്രത്തിന് വിശദമായ മറുപടിയാണ് കൊടുക്കേണ്ടത്. വിശദമായ മറുപടി കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ ഈ വഖഫ് അമെൻമെൻറ്റ് ആക്ട് 2025മായി ബന്ധപ്പെട്ട് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സുപ്രീം കോടതിക്ക് മുന്നിൽ അദ്ദേഹം വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് കോടതി റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് സോളിസിറ്റർ ജനറൽ പറഞ്ഞിരിക്കുന്നത് ഈ ഹർജിക്കാർ ഇന്ന് മുതൽ 7 ദിവസത്തിന്, ഹർജിക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ, ആ സംശയങ്ങളിൽ 7 ദിവസത്തിനകം മറുപടി കൊടുക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ തുഷാർ മേത്ത അഷ്വർ ചെയ്യുന്നുണ്ട് കോടതിയെ, അടുത്ത ഹിയറിംഗ് വരെ ഒരു തരത്തിലുമുള്ള നിയമനങ്ങൾ ഉണ്ടാകില്ല. നോ അപ്പോയിൻമെൻറ്റ്സ് വുഡ് ബി മെയ്ഡ് ടു ദ സെൻട്രൽ വഖഫ് കൗൺസിൽ ആൻഡ് വഖഫ് ബോർഡ്സ് ഇൻ ദ സ്റ്റേറ്റ്സ് ആൻഡ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി അണ്ടർ സെക്ഷൻസ് 9 and 14 റെസ്പെക്റ്റീവ്ലി ഓഫ് ദ പ്രിൻസിപ്പൽ ആക്ട്. അതായത് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് 1995 ആണ് അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് അമെൻഡ് ചെയ്ത് പുതിയ നിയമമായി വന്നിരിക്കുന്നത്. അപ്പോൾ പഴയ ആ നിയമത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ സ്ഥിതി തുടരുന്നത് ഈ 5 വരെയാണ്. അതായത് അടുത്ത വാദം കേൾക്കാനിരിക്കുന്ന, കോടതി നിശ്ചയിച്ചിരിക്കുന്ന തീയതി വരെയാണ്. അല്ലാതെ പൂർണ്ണമായും ഇത് കേന്ദ്രത്തിനൊരു തിരിച്ചടിയാണെന്ന് പറയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ കേസ് എത്തിയിട്ടില്ല എന്നതാണ് ഇതിലെ വസ്തുത. അതുപോലെ തന്നെ ഇവിടെ തുഷാർ മേത്തയോട് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ, അതായത് നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞു, ഉണ്ണി സാർ വിശദമായി തന്നെ പറഞ്ഞു, വഖഫ് ബൈ യൂസർ. അപ്പോൾ അത് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് വേ ഓഫ് രജിസ്ട്രേഷൻ ആണോ, രജിസ്ട്രേഷൻ വഴിയാണോ, അതോ നോട്ടിഫിക്കേഷൻ ആയാണോ, എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അത് അതേപടി തന്നെ തുടരുകയാണ്. അതിന്മേലൊന്നും ഒരു ഇടപെടൽ ഉണ്ടാകാത്ത തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക എന്നതും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ, ജസ്റ്റിസ് KV
വിശ്വനാഥൻ. ഇത് മെയ് 5-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇനി ഈ മാറ്റർ അവർ എടുക്കുക. 2 മണിക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് കൃത്യമായി ഏതൊക്കെ ലാൻഡാണ് ഇപ്പോൾ ഒരു ഗ്രാമം ഒന്നാകെ എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് കർണാടക, തമിഴ്നാട്, സദേൺ സ്റ്റേറ്റ്സിലടക്കം ഈ വാദങ്ങൾ, അതുപോലെ തന്നെ ലാൻഡ് പൂർണ്ണമായും ഏറ്റെടുത്തു, കർഷകരുടെ ലാൻഡ് പൂർണ്ണമായും ഗ്രൂപ്പായി ഏറ്റെടുത്തു എന്നൊക്കെയുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ആ കേസുകളെല്ലാം കൃത്യമായി അത് ഈ വഖഫ് നിയമ ഭേദഗതി നടപ്പാകുന്ന വേളയിൽ അതിൽ എടുത്തു പറഞ്ഞിരുന്നതാണ് ഏതൊക്കെയാണ് ലാൻഡ് എന്നുള്ളത്. അപ്പോൾ അത് തന്നെയായിരിക്കും, ആ സെയിം സെറ്റ് ഓഫ് ഡാറ്റ തന്നെയായിരിക്കും സുപ്രീം കോടതിയിലേക്കും കേന്ദ്ര സർക്കാർ കൊണ്ടുവരിക. അത് വിവിധ കോടതികളിൽ നടക്കുന്ന കേസുകളടക്കം, UP-യിലടക്കം കേസുകൾ നടക്കുന്നുണ്ട്. ആ കേസുകളിൽപ്പെട്ട ഭൂമി ഏതൊക്കെയാണ്, അതിൽ സ്ട്രാറ്റജിക് ലാൻഡ്സ് ഉണ്ടോ, ഡൽഹിയിൽ അങ്ങനത്തെ സ്ട്രാറ്റജിക് ലാൻഡ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയൊക്കെ തന്നെ ആയിരിക്കും പ്രധാനമായും എടുത്തു പറയുക, പാർലമെന്റ്, ഹൈക്കോടതി, ആ ലാൻഡൊക്കെ ആയിരിക്കും കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള സാധ്യത. അപ്പോൾ കേന്ദ്ര സർക്കാരിന് വാദിക്കാനുള്ള കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, പ്രത്യേകിച്ചും വഖഫായി തങ്ങളുടെ ഭൂമി കൊണ്ടുപോയി എന്ന ജനങ്ങളുടെ പരാതികൾ. അപ്പോൾ അവർക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം എന്നാണ് നിയമം പാസ്സാക്കുമ്പോൾ പാർലമെന്റിൽ മന്ത്രി അടക്കം വിശദീകരിച്ചത്. അത് തന്നെയായിരിക്കും സുപ്രീം കോടതിയിലേക്ക് അവർ കൊണ്ടുപോകാൻ പോകുന്ന ഡാറ്റ. അതർ ദാൻ ദാറ്റ് വേറെ ഏതെങ്കിലും ഡാറ്റ കൊണ്ടുവരാനായി ഇതിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ കൃത്യമായി അത് ഒരാഴ്ചയല്ല, മെയ് 5-നുള്ളിൽ അവർക്ക് കൃത്യമായി അത് ഫർണിഷ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ വന്നിരിക്കുന്ന പരാതികളെ കുറിച്ച് കൂടി പറയാം. ഈ വഖഫ് അമെൻമെന്റ് ആക്ടിന് എതിരെ വന്നിരിക്കുന്ന പരാതികളിൽ കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 5 റിട്ട് പെറ്റീഷൻസ് ആണ്, 5 റിട്ട് ഹർജികളാണ് പ്രധാന കേസുകളായി ഇവിടെ പരിഗണിക്കുക. 5 റിട്ട് ഹർജികൾ പ്രധാന കേസുകളായി, ലീഡ് കേസസ് ആയി പരിഗണിക്കും. ബാക്കിയെല്ലാം ഇന്റർവെൻഷൻ, അതായത് കക്ഷി ചേരാനായിട്ടുള്ള അപേക്ഷകളായിട്ടാണ് പരിഗണിക്കുക എന്നതാണ്. ഇന്നലെ കോടതി പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഈ ഇന്ററിം ഓർഡർ ഇന്നുണ്ടാകും. ചിലരൊക്കെ ഇന്ററിം ഓർഡർ വന്നു, ഇടക്കാല ഉത്തരവ് വന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ ഇടക്കാല ഉത്തരവ് വന്നിട്ടില്ല. പക്ഷേ ഈ അമെൻമെന്റ്സിന്മേലുള്ള കൺസേൺസ് അതവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷം ഇന്ന് ഉയർത്തിയ, ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാക്കളുടെ KC വേണുഗോപാൽ അടക്കം കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം ഉയർത്തിയ, നേരത്തെ അവർ പാർലമെന്റിൽ പറഞ്ഞ, അതുപോലെ തന്നെ ഈ ബില്ല് ചർച്ചയ്ക്കെടുക്കുന്ന വേളയിൽ മുതൽ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ ഒരു വിഷയമായി വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് അത് തങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാം. പക്ഷേ ഞാൻ നോക്കിക്കാണുന്നത് മെയ് 5-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ കേസ് വീണ്ടും എടുക്കുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാർ കൊടുക്കാൻ പോകുന്ന സത്യവാങ്മൂലത്തിൽ ഈ ആവശ്യപ്പെട്ട രേഖകൾ, അതുപോലെ തന്നെ ഈ അമുസ്ലിങ്ങളുടെ നിയമനം അത് എക്സ് ഒഫീഷ്യോ ആയിട്ടുള്ള 2 പേർ മാത്രം എന്നതിനോട് കേന്ദ്രം വഴങ്ങാനുള്ള സാധ്യതയും ഞാൻ അവിടെ കാണുന്നുണ്ട്. അതിന് അല്ലാതെ കൂടുതൽ മുസ്ലിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന, മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ കൂടുതലായി കേന്ദ്ര സർക്കാർ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്നത് മാത്രം അതിലേക്ക് തിരിച്ചു പോകാനായിട്ടും അവർക്ക് മടിയുണ്ടാകാൻ ഞാനൊരു സാധ്യത കാണുന്നില്ല. മുഖമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ മറുപടി വരാൻ പോകുന്നതേ ഉള്ളൂ. ആ മറുപടി കൊടുക്കാൻ അവർക്ക് കോടതി സമയം കൊടുത്തിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ അത് കോടതിയോടാണ് ചോദിക്കേണ്ടത്. കോടതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അല്ല ഡോക്ടർ അരുൺ, ഇപ്പോൾ എന്തായാലും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ, ജസ്റ്റിസ് KV വിശ്വനാഥൻ അവരൊക്കെ നമ്മളെക്കാളും അറിവുള്ളവരാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് എന്റെ ബോധ്യം. തീരുമാനമെടുക്കട്ടെ. കേന്ദ്ര സർക്കാരിന് എന്തായാലും മറുപടി കൊടുക്കുന്നതിനായിട്ട് സമയം അനുവദിച്ചിട്ടുണ്ട്. അല്ലാതെ കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഓർഡർ പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ, സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താങ്കളുടെ ഡിഫൻസിൽ ന്യായമുണ്ട്. ഒന്നുമല്ല, ഒരു സ്റ്റേ അല്ല. ഇപ്പോൾ നിയമ ഭേദഗതിയിലൂടെ മനസ്സിലാക്കൂ, ഏത് നിയമം പാസ്സാക്കിയാലും 2-3 ആഴ്ച എടുത്ത് മാത്രമാണ് അതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് പോകുക. രാജ്യത്തിന്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. അല്ലാതെ തൊട്ടടുത്ത ദിവസം ഇനി ചട്ടങ്ങൾ വരണം. ചട്ടം ഇറക്കിയില്ലല്ലോ, കാത്തിരിക്കാനാണ് ഹർജിക്കാരോട് പറഞ്ഞത്. കേന്ദ്ര വഖഫ് കൗൺസിലേക്ക് ഈ നിയമ ഭേദഗതി കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല മെയ് 5 വരെ. എന്ന് വെച്ചാൽ മെയ് 5 ശേഷം ഡോക്ടർ അരുൺ സ്റ്റേ എന്ന് അതിനെ പറയാൻ കഴിയില്ല. കോടതി പറയാത്ത ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് പറയുക? കോടതി പറയാത്ത കാര്യം, നിയമ ഭേദഗതി സ്റ്റേ ചെയ്തിട്ടില്ല. നിയമ ഭേദഗതിയിലെ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഒരു ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് നിയമ ഭേദഗതിക്ക് സ്റ്റേ ഇല്ല എന്നാണ്. ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മലയാളം ഈ പറഞ്ഞ 2 പ്രൊവിഷൻസ് ഏറ്റവും കാർഡിനൽ ആയിട്ടുള്ള 2 പ്രൊവിഷൻസ് ആണ്.
ആ 2 പ്രൊവിഷൻസും നിലവിൽ സ്റ്റേ അല്ലേ? അല്ലെങ്കിൽ സുജയ പറയൂ, ഈ വഖഫ് കൗൺസിലേക്ക് മെയ് 5-ാം പൂർത്തിയാക്കട്ടെ. താങ്കളുടെ വാദത്തിൽ താങ്കൾക്ക് പറയാമല്ലോ. അല്ല, താങ്കൾ പറഞ്ഞു കഴിഞ്ഞു എന്ന ബോധ്യത്തിലാണ് ഞാൻ പറഞ്ഞത്. അല്ല, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് ഇതിനകത്ത് തർക്കത്തിലില്ല. ഞാൻ എന്തായാലും 5-ാം തീയതി 2 മണിക്ക് നടക്കാൻ പോകുന്ന ഹിയറിംഗ് വരെ മാത്രമാണ് ഈ സ്റ്റാറ്റസ് കോ മെയിൻ്റനൻസ്, തൽസ്ഥിതി തുടരുന്ന സ്റ്റേയും ഒന്നാണെന്ന് പറയുന്ന ആളോട് തർക്കത്തിന് ഞാനില്ല. തൽസ്ഥിതി തുടരുന്നത് പിന്നെ പുതിയ നിയമത്തിന്റെ സ്റ്റേ അല്ലേ? തൽസ്ഥിതി തുടരണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള നിയമം പ്രാബല്യത്തിൽ വരരുത്. നിയമം പ്രാബല്യത്തിൽ വരാതിരിക്കുന്നതിന്റെ മലയാളം ഇംഗ്ലീഷാണ് സ്റ്റേ. അതിനാണ് ഇപ്പോൾ ഒരു വിലക്ക് ഉള്ളത്. ആ വിലക്കുണ്ടോ ഇല്ലയോ എന്ന് മാത്രമായിരുന്നു എന്റെ ചോദ്യം. അതാണ് ലാംഗ്വേജിൽ സ്റ്റേ എന്ന വാക്ക് തന്നെ കോടതിയിൽ ജഡ്ജിമാർ ഉപയോഗിക്കാറുണ്ട്. ചീഫ് ജസ്റ്റിസിന് അത് ഉപയോഗിക്കാൻ അറിയാം, അദ്ദേഹം അത് അതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റേ ഈ ഒരു ഇന്റീരിയം ഓർഡറായി ഞങ്ങൾ എന്താണ് സോളിസിറ്റർ ജനറൽ Meet the editors.